വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7ാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു. നവകേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് വെറും 199 രൂപ മാത്രമാണ്. പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം COA ഭവനിൽ നടന്ന ചടങ്ങിൽ TJ വിനോദ് MLA നിർവഹിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള വിഷൻ 7ാം സ്ഥാനത്തെത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി 199 രൂപ പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരള വിഷൻ പ്രഖ്യാപിച്ചത്. ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കേരള വിഷൻ നവകേരള പ്ലാൻ സഹായകരമാവുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത TJ വിനോദ് MLA പറഞ്ഞു. നെറ്റ് കേബിൾ രംഗത്ത് നമ്മുടെ രാജ്യത്ത് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ്. നിങ്ങളെ ഇവിടെയുള്ള സാധാരണക്കാരായ കേരളത്തിലെമ്പാടുമുള്ള 50,000-ഓളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ പൻപന്മാരെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് കേരള വിഷന്റെ വിജയമായി ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ പുതിയ ഈ പ്ലാൻ, നവകേരള പ്ലാൻ, കേരളത്തിലെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് ഉതകുന്ന രീതിയിൽ ഉള്ള പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാൻ. ഒരു ദീർഘമായ പ്രസംഗത്തിൽ നിന്ന് വാർത്താ മാധ്യമ രംഗത്തെല്ലാം ഇന്ന് വലിയ മത്സരമാണ്. അപ്പൊ അങ്ങനെ മത്സര സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കേബിൾ വിഷന്റെ സ്ഥാനം മറ്റ് കോർപ്പറേറ്റുകളെക്കാൾ വളരെ പിന്നിലല്ല, വളരെ മുന്നിലാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷന്റെ 5000-ൽ പരം കേബിൾ ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ്. ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സഹായകരമാവും. ഉദ്ഘാടന ചടങ്ങിൽ COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PV സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ K ഗോവിന്ദൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വയനാടിനൊപ്പം വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കുട്ടനാട്ടിലെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്. ദുരിതബാധിതർക്ക് സഹായം നൽകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് തുക കൈമാറി. PP ചിത്തരഞ്ജൻ MLA, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയശ്രീ വേണുഗോപാൽ, ഷീല സജീവ്, മദൻലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഈപ്പൻ, അജിത് പിഷാരത്ത്, ഗോകുൽ ഷാജി, S ശ്രീജിത്ത്, രജനി അജിത് കുമാർ, മധു C കുളങ്ങര, ശ്രീദേവി രാജേന്ദ്രൻ, ജോയിന്റ് BDO A കുഞ്ഞുമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ദുരന്തബാധിതരെ സഹായിക്കേണ്ട കടമ കുട്ടനാട്ടുകാർക്കുണ്ടെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ജിൻസി ജോളി അഭിപ്രായപ്പെട്ടു. വയനാട്ടിലെ മുണ്ടക്കയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടു പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് ആദ്യമേ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, അവരുടെ വീടും സാധനങ്ങളും സാധന സാമഗ്രികളും എല്ലാം ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ട് അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് അവിടെ ഉള്ളവരൊക്കെയും. തീർച്ചയായിട്ടും നമ്മുടെ 2018 പ്രളയത്തിൽ നമുക്ക് ഈ കുട്ടനാട്ടിന് വളരെയേറെ കൈത്താങ്ങാകുവാൻ ഈ മലബാർ മേഖലയിൽ നിന്നാണ് സഹായം എത്തിയത്. തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ട കടമ നമുക്കുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഇന്ന് കൈമാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11-ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അനുശോചന യോഗം ചേർന്ന ശേഷമാണ്
ഭരണസമിതി അംഗങ്ങൾ കളക്ടറേറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ തങ്ങളുടെ ചെറിയ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെച്ചിരിക്കുകയാണ് കുട്ടനാട്ടിലെ രാമങ്കരി സ്വദേശികളായ ശ്യാമും ഭാര്യ അമ്പിളിയും. AC റോഡിൽ രാമങ്കരി SBIക്ക് എതിർവശത്തെ വൈമാസ് എന്ന ബജിക്കടയിൽ വയനാടിന് കൈത്താങ്ങാകാൻ വെള്ളിയാഴ്ച രാവിലെ മുതൽ എത്തിയത് നിരവധി മനുഷ്യസ്നേഹികൾ. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരന്തബാധിതർക്കായി ചെറുതും വലുതുമായ സഹായങ്ങൾ പ്രവഹിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരിൽ കൊച്ചുകുട്ടികൾ പോലുമുണ്ട്. ഇവിടെ ഇതാ കുട്ടനാട്ടിൽ കുടുംബം പോറ്റാൻ ചായക്കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം ദുരന്തബാധിതർക്കായി നീക്കിവെക്കുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ രാമങ്കരി SBIക്ക് എതിർവശത്ത് കഴിഞ്ഞ 6 വർഷമായി ചായയും ചെറുകടികളും വിൽക്കുന്ന ശ്യാമും ഭാര്യ അമ്പിളിയുമാണ് സഹജീവികൾക്ക് കരുതലൊരുക്കുന്നത്. ദുരന്തബാധിതരെ സഹായിക്കാൻ ഈ കുടുംബം മുന്നിട്ടിറങ്ങിയപ്പോൾ വലിയ സഹകരണമാണ് നാട്ടുകാരിൽ നിന്നുമുണ്ടായത്. അവരുടെ ഈ ചെറിയ കടയിൽ ലഭിക്കുന്ന വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് എടുത്തിരിക്കുന്ന തീരുമാനം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ഇത് കേരളത്തിനാകെ തന്നെ പൊതുസമൂഹത്തിനാകെ തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ സംരംഭം അറിഞ്ഞു കേട്ട് ഇതിലേക്ക് രാമങ്കരിയുടെയും കുട്ടനാട്ടിൻ്റെ നിരവധി ഭാഗത്തുള്ള മനുഷ്യർ അകമഴിഞ്ഞ് സഹായങ്ങളുമായി എത്തിച്ചേരുകയാണ്. എന്തുകൊണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്യാമിൽ നടത്തിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 11-ന് ചായക്കച്ചവടം ആരംഭിച്ചതാണ്. കേട്ടറിഞ്ഞ് സഹായിക്കാൻ നിരവധി പേരെത്തി. ഒരു ചായ കുടിക്കുമ്പോൾ അവരും വയനാടിന് കൈത്താങ്ങാവുകയാണ്. 2018 മഹാപ്രളയത്തിൽ കുട്ടനാടിന് കരുതലായവർക്കായി നമ്മൾ ഇങ്ങനെയല്ലേ കടം വീട്ടേണ്ടതെന്ന് ശ്യാം ചോദിക്കുന്നു. നമ്മൾ കുട്ടനാട്ടുകാർ ഈ മഹാപ്രളയം ഉണ്ടായപ്പോൾ എത്രമാത്രം വേദനിച്ചു, അതിന് എത്രമാത്രം സഹായിച്ച ആൾക്കാരുണ്ട്. അതിനൊപ്പം ഞാനും എൻ്റെ വൈഫും ആ കൂടെയാണ് കട നടത്തുന്നത്. ഈ കട നടത്തുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത ഉണ്ടായി. നമുക്കറിയാം, അന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു റീൽസ് പോയപ്പം പേ ഫോർ വയനാടെന്നല്ല, പേ ഫോർ വയനാടെന്ന്. അത് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ സംവിധായകൻ ബേസിൽ പറയുകയുണ്ടായി. അതുകൂടെ ഒരു പ്രയോജനമാണ്. കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എന്നെ കഴിവതും ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസത്തെ എൻ്റെ കടയിലെ വരുമാനം നൽകാം എന്ന് വൈഫ് പറയുകയും ഞാനും വൈഫും കൂടെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന ദിവസം ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് FB പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന് നല്ല ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടാകുകയും വിളിക്കുകയും പറയുകയും ചെയ്ത് ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ പങ്കാളിത്തം ആ പോസ്റ്റിലുണ്ടാകുകയും അതൊരു പ്രചോദനമാവുകയും ഇന്ന ദിവസം നമ്മൾ ഇത് നടത്തി വരുന്നത്. രാവിലെ 11-ന് ആരംഭിച്ച ചായക്കച്ചവടം രാത്രി 7-നാണ് അവസാനിച്ചത്. ഒരു ചായ കുടിച്ച് അവിടെ സ്ഥാപിച്ച ബോക്സിൽ മനസ്സറിഞ്ഞ് സംഭാവന ചെയ്തവരുണ്ട്. കടയടച്ച ശേഷം ജനങ്ങളെ സാക്ഷി നിർത്തി തുക എണ്ണി തിട്ടപ്പെടുത്തും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ശ്യാമിന്റെ തീരുമാനം. പിറന്നാൾ കേക്ക് വാങ്ങാൻ കൊടുക്കയിൽ സ്വരൂപിച്ച പണം പിറന്നാൾ ദിനത്തിൽ തന്നെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നൽകി 1-ാം ക്ലാസ്സുകാരൻ. മാന്നാർ ഓടാട്ട് തെക്കേതിൽ ഹാഷിം ഖാൻ ഷിഫിന ദമ്പതികളുടെ മകൻ 6 വയസ്സുകാരൻ മുഹമ്മദാണ് ആ വലിയ മനസ്സിന്റെ ഉടമ. തന്റെ പിറന്നാൾ ദിനത്തിൽ കേക്ക് വാങ്ങാൻ കൊടുക്കയിൽ സ്വരൂപിച്ച പണം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായം നൽകുന്നതിനായി മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിനെയാണ് മുഹമ്മദ് ഏൽപ്പിച്ചത്. വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇക്കൂട്ടത്തിൽ ഈ പണത്തിന് കിട്ടുന്ന അവശ്യ സാധനങ്ങൾ വാങ്ങി വയനാട്ടിലെ സഹോദരങ്ങൾക്ക് നൽകണമെന്നാണ് മുഹമ്മദ് എന്ന 6 വയസ്സുകാരൻ പറയുന്നത്.
മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം സെക്രട്ടറി അൻഷാദ് മാന്നാർ, ജോയിന്റ് സെക്രട്ടറി ഫസൽ റഷീദ് എന്നിവർ ചേർന്നാണ് കുടുക്കയിലെ പണം ഏറ്റുവാങ്ങിയത്. പരുമല സെമിനാരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ്. കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2024 പോസ്റ്റർ പുറത്തിറക്കി. രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ പരിപാടിയുടെ പോസ്റ്ററാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എറണാകുളം COA ഭവനിൽ നടന്ന ചടങ്ങ് സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2024 കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റ്. കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റ് ആയിരിക്കും കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2024. സാമൂഹ്യ സേവനത്തിന്റെ മഹത്തായ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2024 പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത്. COA ആസ്ഥാനത്തെ NH അൻവർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രതാരം ബിബിൻ ജോർജ് പോസ്റ്റർ ലോഞ്ച് ചെയ്തു. ചടങ്ങിൽ COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മൾ ഒക്ടോബർ മാസം ആരംഭിച്ച് ഫെബ്രുവരി മാസം അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പോകുന്നത്. 50,000 യൂണിറ്റുകളിലും നമ്മൾ ഈ അവാർഡിന് അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും നമ്മുടെ 15 ക്വസ്റ്റ്യനെയറുകൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. അത് പൂരിപ്പിച്ച് ജില്ലാ മിഷൻ ത്രൂ നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് എത്തുകയും ആ ജഡ്ജിംഗ് പാനലിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 10 യൂണിറ്റുകളെ ഓരോ ജില്ലയിലും നമ്മൾ പുരസ്കാരം നൽകി ആദരിക്കും. ഇങ്ങനെ 14 ജില്ലകളിലും പ്രോഗ്രാമിന് ശേഷം അതിലൊരു മെഗാ ഫിനാലെ ഏഷ്യാനെറ്റ് ന്യൂസ് അത് സ്ഥലം തീരുമാനിച്ചിട്ടില്ല, അവരുടെ നേതൃത്വത്തിലും നടക്കും. ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ 2 ചാനലുകൾ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു ഷോ നടത്തുന്നത് എന്നാണ് തോന്നുന്നത്. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നോളജ് പാർട്ണറായ യെല്ലോ ക്ലൗഡിന്റെ സാരഥി ശിവപ്രസാദ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CBPS എന്നിവർ പങ്കെടുത്തു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ സ്വാഗതവും COA ട്രഷറർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു. കുട്ടനാട്ടിൽ നെൽകൃഷിക്കുള്ള പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്ന് കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ കൂലി ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സബ്സിഡി തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് PV രാമഭദ്രൻ. പമ്പിംഗ് സബ്സിഡി കഴിഞ്ഞ 3 വർഷമായി നൽകാത്തത് മൂലം വലിയ തുക കുടിശ്ശികയായി കിടക്കുകയാണെന്ന് PV രാമഭദ്രൻ പറഞ്ഞു. സർക്കാർ അനുവദിച്ചിട്ടുള്ള തുകയാകട്ടെ കുടിശ്ശിക പൂർണ്ണമായും തീർക്കാൻ അപര്യാപ്തവുമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച തുകയാണ് ഇപ്പോഴും സബ്സിഡിയായി നൽകി വരുന്നത്. പമ്പിംഗ് സബ്സിഡി പൂർണ്ണമായി നൽകുന്നതോടൊപ്പം തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും PV രാമഭദ്രൻ ആവശ്യപ്പെട്ടു. കേരള കർഷക സംഘം നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ട് ഇപ്പോഴാണ് 16 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ 16 കോടി രൂപ എന്ന് പറയുന്നത് ഇപ്പം ലഭിക്കാനുള്ള കുടിശ്ശിക തുകയിൽ വളരെ അപര്യാപ്തമാണ്. അപ്പം അതുകൊണ്ട് മുഴുവൻ തുകയും വളരെ അടിയന്തരമായി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഈ തുക യഥാസമയം ലഭിക്കാത്തത് മൂലം കൃഷിക്കാരെല്ലാം തന്നെ ഇപ്പോൾ 1000 മുതൽ 2000 രൂപ വരെ അഡീഷണൽ നേർമ കൊടുക്കുന്ന സ്ഥിതിയാണ്. ഈ അഡീഷണൽ നേർമ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് കൃഷി ചെലവുകൾ കൂടുതൽ വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ചു വരുന്ന കൂടിച്ചെലവിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ അല്ലെങ്കിൽ നെല്ലിന് അതുപോലെയുള്ള വില കൂടുതൽ വർദ്ധിപ്പിക്കാത്തത് മൂലം കൃഷിക്കാരൻ വലിയ നഷ്ടത്തിലാണ് എന്നുള്ള ഒരു സ്ഥിതിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് പമ്പിംഗ് സബ്സിഡി പൂർണ്ണമായി അടിയന്തരമായി അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. ഇപ്പം നിലവിലുള്ള പമ്പിംഗ് സബ്സിഡി 10 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അപ്പൊ ഇത് കൃഷിച്ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടയാകുന്ന സാഹചര്യത്തിൽ കൃഷിക്കാരന് താങ്ങാനാവാതെ വരുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള പമ്പിംഗ് സബ്സിഡി കാലോചിതമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം എന്നാണ് കേരള കർഷക സംഘത്തിന്റെ അഭിപ്രായം. കൃഷിയിടങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് കായൽ മേഖലയിൽ ഏക്കറിന് 2500 രൂപയും പാടശേഖരങ്ങളിൽ 1800 രൂപയുമാണ് നിലവിലുള്ളത്.
ഈ തുക അപര്യാപ്തമായതിനാൽ 1000 മുതൽ 2000 രൂപ വരെ കോൺട്രാക്ടർമാർക്ക് കൃഷിക്കാർ അഡീഷണൽ നേർമയായി നൽകേണ്ടി വരുന്നു. പമ്പിംഗ് ജോലികൾ ഏറ്റെടുക്കാൻ പല കോൺട്രാക്ടർമാരും തയ്യാറാകാത്ത സാഹചര്യമുണ്ടെന്നും PV രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. മങ്കൊമ്പിൽ KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടി കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈനഗിരിയുടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തി. പമ്പിംഗ് പുനരാരംഭിക്കുന്നതുവരെ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ച് വിതരണം ചെയ്യാനാണ് തീരുമാനമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 4 മാസക്കാലമായി കുട്ടനാട്ടിലെ കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ശുദ്ധജലക്ഷാമം പരിഹരിക്കുവാൻ ഗ്രാമപഞ്ചായത്തോ MLAയോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് BJP ശുദ്ധജല വിതരണം നടത്തുന്നത്. പമ്പിംഗ് പുനരാരംഭിക്കുന്നതുവരെ കുടിവെള്ളം വാഹനങ്ങളിൽ വീടുകൾ തോറും എത്തിക്കാനാണ് BJPയുടെ തീരുമാനമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 4 മാസക്കാലമായി കൈനഗിരിയിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ നെട്ടോട്ടം ഓടുന്ന ഒരവസ്ഥയിലാണ്. ഭരണാധികാരികളോട് കുടിവെള്ളം എവിടെയെന്ന് ചോദിക്കുമ്പോൾ മഴ പെയ്യുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഭരണാധികാരികളാണ് ഈ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇതിനു മുമ്പും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ വാഹനത്തിലും വള്ളത്തിലുമായി കുടിവെള്ളം വിതരണം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോൾ ഓണക്കാലം വരികയായി. ഈ സമയങ്ങളിൽ കൈനഗിരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലോ സ്ഥലം MLAയുടെ നേതൃത്വത്തിലോ സ്ഥലം MPയുടെ നേതൃത്വത്തിലോ ഈ കൈനഗിരിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി യാതൊരു നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വാഹനത്തിൽ വീണ്ടും നമ്മൾ ഇന്ന് കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കുടിവെള്ള വിതരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളോ ജലവകുപ്പോ ഇത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. PD ലൂക്ക് ഫൗണ്ടേഷൻ ട്രഷറർ ചാക്കോ വർഗീസ് ശുദ്ധജല വിതരണം ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CL ലേജുമോൻ, KR മോഹനൻ, PR മനോജ്, ഉത്തമൻ എന്നിവർ നേതൃത്വം നൽകി. പോലീസ് ഇൻസ്പെക്ടർക്ക് വേണ്ടി ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പഴുതാര. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ഹോട്ടൽ അടപ്പിച്ചു. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ കടപ്ര ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കന്നിമറ ഹോട്ടലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ അടച്ചുപൂട്ടിയത്. തിരുവല്ല പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന് ഉച്ചഭക്ഷണത്തിനായി വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നുമാണ് ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ബിരിയാണി വാങ്ങിയ ഹോട്ടൽ അടച്ചുപൂട്ടിച്ചു. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ കടപ്ര ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കന്നിമറ ഹോട്ടലാണ് ഇന്ന് ഉച്ചയോടെ അടച്ചുപൂട്ടിച്ചത്. പായ്ക്ക് ചെയ്ത ബിരിയാണിയിൽ നിന്നും കുറച്ച് കഴിച്ചതിനു ശേഷമാണ് ബിരിയാണി റൈസിനുള്ളിൽ ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരമറിയിക്കുകയായിരുന്നു. അവർ എത്തി നടത്തിയ പരിശോധനയിൽ സംഭവം സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മാർച്ച് മാസത്തിൽ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമാക്കി പുളുങ്ങുന്ന കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിൽ യോഗ പരിശീലനം ആരംഭിച്ചു. സ്കൂൾ PTയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ശ്വാസം എടുത്തിട്ട് ആ ശ്വാസത്തെ വളരെ സാവധാനം 10 സെക്കൻഡ് ഉള്ളിൽ നിർത്തിയതിനു ശേഷം നിങ്ങൾ അത് പുറത്തേക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ എന്നാലും നമ്മൾ ആദ്യമേ ഒന്ന് പരിശീലിക്കുകയാണ്. മക്കളെല്ലാവരും ഏകാഗ്രതയിലായിരുന്നുകൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. ആധുനിക ലോകത്തിൽ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ PTയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം ആരംഭിച്ചത്. പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി കൊല്ലാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം ഒത്തിരി വളർന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നല്ല വികസനമുള്ള അല്ലെങ്കിൽ വളർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കായിക അധ്വാനത്തിന്റെ തോതും വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നടത്തിയ കായിക അധ്വാനം ഇന്ന് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നടത്തിയ ഒരു കായിക അധ്വാനത്തിന്റെ ഒരു ചെറിയ തോത് പോലും ഇന്ന് കുട്ടികൾ നമ്മുടെ വീടുകളിൽ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ കായിക അധ്വാനത്തിന്റെ തോത് കുറയുന്നത് കൊണ്ട് തന്നെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇന്ന് കായികാധ്വാനം കുറയുമ്പോൾ ഇന്ന് ലോകം മാറി ആ കായികാധ്വാനം അതിന്റെ ആ രീതി മാറുമ്പോൾ
നമുക്കതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ ഇങ്ങനെ യോഗ പോലുള്ള പരിശീലനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ. ഉദ്ഘാടന സമ്മേളനത്തിൽ SMC ചെയർമാൻ MR മഹേഷ് അധ്യക്ഷനായിരുന്നു. മങ്കൊമ്പ് AEO അനുപമ മുഖ്യപ്രഭാഷണം നടത്തി. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചാക്കോച്ചൻ, കണ്ണാടി ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനിമോൾ ഫ്രാൻസിസ്, മുൻ പ്രധാനാധ്യാപകരായ TS പ്രദീപ് കുമാർ, V വിത്തവാൻ, സീനിയർ ടീച്ചർ PK സഞ്ജു, സ്കൂൾ ലീഡർ ശ്രീനന്ദ മതീഷ് എന്നിവർ സംസാരിച്ചു. ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. നെടുമ്പ്രം പൊടിയാടി ഏക്കര തെക്കേതിൽ രാജേഷ് കുമാർ, പൊടിയാടി പടിഞ്ഞാശ്ശേരിയിൽ വീട്ടിൽ PV ശിവാനന്ദൻ എന്നിവരെയാണ് പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പലപ്പുഴയിൽ ബലിതർപ്പണം കഴിഞ്ഞ് മടങ്ങി വരവേ വഴിതെറ്റി റോഡരികിൽ സ്കൂട്ടറുമായി നിന്ന വള്ളംകുളം സ്വദേശി രാജീവനെ മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന സംഭവത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 3 ഉച്ചയ്ക്ക് 12:30 പുളിക്കീഴ് പാലത്തിന് വടക്കുവശത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതികൾ രാജീവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഫോൺ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. 12,000 രൂപ വില വരുന്നതാണ് മൊബൈൽ ഫോൺ. 5-ാം തീയതി പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ വീടുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മോഷ്ടിച്ചെടുത്ത ഫോണും ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കണ്ടെത്തിയിട്ടുണ്ട്. 1-ാം പ്രതി രാജേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. ഇയാൾ പുളിക്കീഴ് സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത 5 കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എടത്തുവ പയസ്റ്റൻഡ് ITIയിൽ നിന്നും 2024 പഠിച്ചിറങ്ങിയ ട്രെയിനികൾക്കുള്ള ജോലി നിയമന ഉത്തരവ് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു. എടത്തുവ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ന്യൂ ഹൊറൈസൺ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ITI മാനേജർ ഫാദർ റജി കുന്നേത്ത് അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ എലിസബത്ത് തോമസ് ആമുഖ പ്രസംഗവും ഫാദർ തോമസ് കാരേക്കാട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, സിന്ധു വേണുഗോപാൽ, PTA പ്രസിഡന്റ് ഷേർലി വർഗീസ്, U ഉണ്ണി, അവനീന്ദ്രനാഥൻ പിള്ള എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,390 രൂപ, പവന് 51,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.